മറുനാടൻ വിശ്വാസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ വെട്ടുകാച്ചി മത്തായി ഇന്നും മറ്റെന്തൊക്കെയോ പ്രോഗ്രാമുകളിൽ തിരക്കായതിനാൽ ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി വരാൻ സാധ്യതയുള്ള ഒരു വിശിഷ്ട അതിഥിയുമായുള്ള അഭിമുഖവുമായി വീണ്ടും മറുനാടൻ വിശ്വാസി ചാനൽ നിങ്ങൾക്ക് മുൻപിൽ രക്ഷിക്കപ്പെട്ട ഹവ്വ. പെട്ടെന്ന് നിർത്തിക്കേനേ. ഇത് എന്താ ഈ കേക്കണേ? അമ്മച്ചിന്നൊക്കെ വിളിച്ചാ ഗുമ്മങ്ങ് കളയല്ലേ പിള്ളേരെ. ഇത് ഇപ്പൊ എവിടെന്നാണോ ഈ പാടണേന്നാവോ? അതിനിത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഒരു പാട്ട് പ്ലേ ചെയ്തതല്ലേ? ഓഹോ, അത് പറ. ഞാൻ ഓർത്തു ലൈവും മറ്റും പാടുന്നതായിരിക്കുമെന്ന്. കാര്യം ജീവനുള്ള സകലർക്കും മാതാവെന്നൊക്കെയാണ് ഞാൻ അറിയപ്പെടുന്നതെങ്കിലും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. ഹവ്വ ചേച്ചി അങ്ങനെ വിളിച്ചോന്നേ. എന്റെ ദൈവമേ, പരിപാടിയുടെ പേര് രക്ഷിക്കപ്പെടാത്ത ഹവ്വ എന്ന് ആക്കേണ്ടി വരുമോ ആവോ? എന്നാ കൊച്ചെ ഒരു താമസം, അങ്ങ് തുടങ്ങിയാട്ടെ. സൗഹൃദരെ, ജീവനുള്ള സകലർക്കും മാതാവ് എന്നറിയപ്പെടുന്ന ഹവ്വ ചേച്ചി തന്റെ പൂർവ്വകാല ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. കാണാം ആൻ അഭിമുഖം വിത്ത് ഹവ്വ ചേച്ചി. എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് താങ്കളിൽ നിന്ന് കേൾക്കുവാൻ. ആദ്യമായി ചേച്ചിയുടെ ജനനത്തെയും കുട്ടിക്കാലത്തെയും വിവാഹ ജീവിതത്തെയും കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? എന്റെ കൊച്ചേ, അതങ്ങനെ വിവരിക്കാനൊന്നുമില്ല. എല്ലാം ഒരുമിച്ചായിരുന്നു. ഒരു ദിവസം കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയെഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് ഞാൻ ജനിച്ചു എന്ന സത്യം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. എന്റെ ഞെട്ടലും ബഹളവും ഒക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഉറങ്ങിക്കിടന്ന ആ മനുഷ്യനും ചാടി എഴുന്നേറ്റു. എനിക്ക് ഒരു പരിചയവുമില്ലാത്ത ആ മനുഷ്യൻ എന്നെ കണ്ടപ്പോ വളരെ സന്തോഷത്തോടെ പറയുകയാ, നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നൊക്കെ. പിന്നെ എന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായി അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ ജനനവും വിവാഹവും എല്ലാം. പെർഫെക്റ്റ് മാച്ച്. എനിക്കിഷ്ടപ്പെട്ടു. കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വേണം. ഒരേ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, കല്യാണവും സെറ്റായി. കൊള്ളാം. അത് തന്നെ. ഇക്കാലത്തെ പിള്ളേർക്ക് 10-20 പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞാലും ഒത്ത ഒരു കല്യാണം നോക്കുവോ? എന്തൊക്കെയാ ഡിമാൻഡുകള്. പിന്നെ ഇന്നത്തെ കാലത്തെ പോലെ കുറെ നാള് ഡേറ്റിംഗ് എന്നും പറഞ്ഞും പിന്നെ കുറെ നാള് ലിവിങ് ടുഗദർ എന്നും പറഞ്ഞൊക്കെ നടക്കും പോലെ ഒന്നും അല്ലായിരുന്നു. അന്ന് എനിക്ക് അച്ചായന് ഞാനും, ഞങ്ങൾക്ക് ദൈവവും. കാര്യം കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇതാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ വിജയ രഹസ്യം. ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. ദൈവത്തിന്റെ സഹായവും സാന്നിധ്യവും ഉണ്ടെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തീയ കുടുംബജീവിതം പടുത്തുയർത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിരിക്കട്ടെ, നിങ്ങളുടെ മക്കളെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവരെന്ത് ചെയ്യുന്നു? എത്ര മക്കളാ? എനിക്ക് 2 മക്കളാണ്. മൂത്തയാള് കൈൻ. അവൻ അഗ്രികൾച്ചർ സെക്ഷനിൽ ഡോക്ടറേറ്റ് എടുത്ത് കൃഷിയും കാര്യങ്ങളുമൊക്കെയായി നടക്കുന്നു. അച്ചായൻ തന്നെ എത്രയാന്ന് വെച്ചാ ഈ കാണായ പറമ്പ് മുഴുവനുമുള്ള മുള്ളും പറക്കാരെയും പറിച്ചു കളഞ്ഞ് നടക്കണേ.
അതുകൊണ്ട് മൂത്തവനെ അങ്ങ് കൂടെ കൂട്ടി. പിന്നെ ഇളയയാള് ഹാബേല് പൊങ്ങച്ചം പറയുവാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അവൻ എന്നെ പോലെ കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തിലാ. നല്ല വകതിരിവുള്ള കുട്ടിയാ. ചേട്ടൻ സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തപ്പോൾ ഇവൻ ജന്തുശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. എന്നും സാമ്പാറും അവിയലും ഒക്കെ തന്നെയായാൽ മടുക്കത്തില്ലയോ? ഇതാകുമ്പോ വല്ലപ്പോഴും മട്ടൻ മന്തിയും മട്ടൻ ബിരിയാണിയും ഒക്കെ കഴിക്കാമല്ലോ. അതുകൊണ്ട് ഞാനും പിള്ളേരുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിർപ്പ് പറഞ്ഞില്ല. പിന്നെ ആമ്പിള്ളേരല്ലേ, കൈവയ്ക്കാൻ അവസരം നോക്കി നടക്കുകയാണ് മൂത്തവൻ. നിസാര കാര്യങ്ങൾ മതി വഴക്കിടാൻ. തക്കത്തിന് കിട്ടിയ നല്ലത് കൊടുക്കും ഇളയവനിട്ട്. ആയ കാലത്ത് സൺഡേ സ്കൂളിലൊന്നും വിടാൻ പറ്റിയില്ല. കേട്ടിട്ടില്ലേ? അടയ്ക്കയായിരുന്നെങ്കിൽ മടി വയ്ക്കാമായിരുന്നു. അടയ്ക്ക മരമായാലോ എന്ന്. എന്നാ പറയാനാ, സൺഡേ സ്കൂളിൽ വിടാൻ പറ്റാത്തതിൻ്റെ നല്ല കുറവുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ സൺഡേ സ്കൂളിൽ വിടാൻ പറ്റാതിരുന്നത് നികത്താൻ പറ്റാത്ത ഒരു കുറവാണല്ലേ? അത് തന്നെ. ആട്ടെ, ജീവിതത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേച്ചിയുടെ ജീവിതത്തിൽ? ഉണ്ടായിട്ടുണ്ടോന്നോ എൻ്റെ കൊച്ചേ? ഒരു ദിവസം ഞാൻ അങ്ങനെ ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ച് ഏതൻ തോട്ടത്തിൽ ഉച്ചമയക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം അപ്പോ ഞാനൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുവോ ഇല്ലയോ മോള് പറ. ഇങ്ങനെ ഒരു ശബ്ദം കേട്ട മോളാണെങ്കിൽ തിരിഞ്ഞു നോക്കത്തില്ലയോ? എന്തായാലും തിരിഞ്ഞു നോക്കും. എന്നൊക്കെ വിളിച്ച ആരാ തിരിഞ്ഞു നോക്കാതെ, അല്ലേ? എന്നാ തെറ്റി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. എനിക്കറിയാമായിരുന്നു അത് വല്ലോ പാമ്പും മറ്റുമായിരിക്കുമെന്ന്. ഞാൻ മൈൻഡാക്കിയില്ല. ഒന്നാമതേ നല്ല ഉറക്കം വന്നിരിക്കണ സമയം. പാമ്പേന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു കിടന്നുറങ്ങാൻ തുടങ്ങി. അപ്പോഴല്ലേ ട്വിസ്റ്റ്. ഈ പാമ്പ് രണ്ടും കൽപ്പിച്ചായിരുന്നു. അതെന്നോട് വാതോരാതിരുന്നങ്ങ് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് പിന്നെ ഒരാളെ കിട്ടിയ ഒന്നും രണ്ടും പറഞ്ഞങ്ങ് ഇരുന്ന് പോവുകയല്ലോ. നിങ്ങളാണെങ്കിൽ ഇരിക്കുകയല്ലേ? അന്നാ അങ്ങനെ ഇരുന്ന് കൊടുക്കരുതെന്ന് പറയാനാ ഞാനിത് പറയുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വ്യർത്ഥ സംസാരത്തിൽ സമയം ചെലവഴിക്കരുത്. ആ പാമ്പ് ഓരോ കൊനഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ ആകെ കൺഫ്യൂഷനാക്കി കളഞ്ഞു. എന്നാ പറയാനാ മോളെ? മോഹം മുഴുത്തിട്ട് പാപം ചെയ്തു. വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നു. ഇതൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ നാവ് വല്ലാതെ അങ്ങ് വരണ്ടു പോകും. കൊച്ചേ, കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ മോളെ ഇവിടെ? ഇത് കുടിച്ച ചേച്ചി. ദൈവമേ, ഇത് എന്നതാ കൊച്ചേ സാധനം? ഞാനോർത്തു വല്ല മുന്തിരിച്ചാറുമായിരിക്കുമെന്ന്. അയ്യോ, ഇത് മുന്തിരിച്ചാറൊന്നല്ല, കൊക്കക്കോളയല്ലേ ഇത്? എൻ്റെ മോളെ, ഇതൊന്നും കഴിച്ച് എനിക്ക് ശീലമില്ല. ശരീരത്തിന് ദോഷം ചെയ്യുന്നതൊന്നും ഞാൻ കഴിക്കാറില്ല. ഇത് കുടിച്ചാൽ മരിക്കത്തൊന്നുമില്ലെന്നേ. ഞങ്ങൾ ഇവിടെ ഇതൊക്കെയല്ലേ കുടിക്കുന്നത്. സ്തോത്രത്തോടെ കഴിച്ചാൽ കുഴപ്പമില്ലെന്ന് വചനമുണ്ടല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എവിടെയോ കേട്ട് മറന്ന നല്ല പരിചയമുള്ള സംസാര ശൈലി. നാക്കൊന്ന് നീട്ടിക്കേ. അല്ല, അന്ന് ഏതെങ്കിലും ഇങ്ങനെയാണേ സംഭവിച്ചത്. പഴയ പാമ്പ് വല്ലതും ആണോന്ന് നോക്കിയതാ. കഴിച്ചാലുണ്ടാകുന്ന ദോഷം ചിന്തിക്കാതെ കൺമോഹത്തിൽ പട്ടുപോയി.
ദേ മോളി കണ്ണട കണ്ടോ? ഞാൻ അത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കണ്ണസുഖമായിരുന്നോ അതോ തിമിരത്തിന്റെ വല്ല ഓപ്പറേഷനും മറ്റും കഴിഞ്ഞതാണോ? ഇതൊന്നുമല്ല. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് അച്ചായൻ എനിക്ക് മേടിച്ചു തന്നതാ. ഞാൻ ഓരോ അബദ്ധത്തിലൊക്കെ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോ കൺമോഹത്തെയൊക്കെ ഒരു പരിധി വരെ തടയുകയും ചെയ്യാം. അതെങ്ങനെ കൺമോഹം തടയാനാവും? ഞങ്ങൾ ഈ മാസാവസാനം വല്ല ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ അച്ചായൻ ഈ കണ്ണടയെടുത്ത് എനിക്ക് തരും വയ്ക്കാനായിട്ട്. ആദ്യമൊക്കെ ഞാൻ ഓർത്തു ഒരു ലുക്കിനായിരിക്കുമെന്ന്. പിന്നെയല്ലേ അച്ചായൻ പറഞ്ഞത്, കൊച്ചിതിൻ്റെ ചില്ലിലോട്ടൊന്ന് നോക്കിയേ, ഇതിൻ്റെ കളർ എന്തുവാ, കറുപ്പല്ലേ? ഇത് വച്ച് നോക്കുന്നതെല്ലാം കുറച്ചിരുണ്ടേ കാണത്തുള്ളൂ. കണ്ണിന് ഇമ്പമുള്ളതൊന്നും വാരി വലച്ച് കൂട്ടത്തില്ല. അതാ ഇതിന്റെ ഗുഡൻസ്. അതിനിപ്പോ കണ്ണട ഊരി മാറ്റിയാലും പിന്നെ കൺമോഹം വരത്തില്ലയോ? മോള് പറയും പോലെ ഊരി മാറ്റാനൊന്നും നോക്കുകയില്ല. കേട്ടിട്ടില്ലേ, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും ഇലയ്ക്കാണ് കേട്. അതുകൊണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. എന്റെ ചേച്ചി, സത്യം പറയാലോ, ഈ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഔട്ട്ഫിറ്റ്സിനൊക്കെ എല്ലാം കൂടി എത്ര കോസ്റ്റ് ആയി കാണും? പ്യുവർ ലെതർ ആണല്ലേ? പിന്നല്ലാതെ, ഇത് പ്യുവർ ലെതർ അല്ലയോ? പിന്നെ വില അതിപ്പോ ഞാൻ എങ്ങനെ പറയാനാ? അതിനിത് കടയിൽ പോയി വാങ്ങിയതൊന്നും അല്ലല്ലോ. വാസ്തവത്തിൽ ഞങ്ങൾ ഇല കൊണ്ടുണ്ടാക്കിയ വസ്ത്രം വെയിൽ വന്നപ്പോൾ ചുരുങ്ങിപ്പോയി. അത്ര നിലവാരം കുറഞ്ഞ ഫാഷൻ ഞങ്ങൾക്ക് യോഗ്യമല്ല എന്ന് കണ്ടിട്ടായിരിക്കണം മൃഗത്തിൻ്റെ തോൽ തന്നെ ധരിപ്പിച്ചു തന്നു ദൈവം ഞങ്ങൾക്ക്. പിന്നെ ഇത് പ്യുവർ ലെതർ അല്ലാണ്ടിരിക്കുവോ? അമേസിങ്. ഞാൻ ഒന്നും കൂടെ ചോദിച്ചോട്ടെ ചേച്ചി, പണ്ടത്തെ ജീവിതമായിരുന്നോ ഇപ്പോഴത്തെ ജീവിതമായിരുന്നോ കൂടുതൽ ഇഷ്ടം? അത് പിന്നെ പറയാനുണ്ടോ? പണ്ടത്തെ ലൈഫല്ലേ ലൈഫ്. അതൊക്കെ ആലോചിക്കുമ്പോ എനിക്കിപ്പോ കൊതിയാകുന്നു. വെറുതെ പഴം പറിക്കുക, കുരു കളയുക, തിന്നുക, പഴം പറിക്കുക, തൊലി കളയുക, തിന്നുക, പാത്രം കഴുകണ്ട, തുണി അലക്കണ്ട, മുറ്റമടിക്കേണ്ട, വീട് തുടയ്ക്കേണ്ട, എന്നാ സുഖമായിരുന്നു. അതൊക്കെ ആയിരുന്നു ലൈഫ്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന്, ലഞ്ചിനൊന്ന്, 4 മണിക്ക് ചായക്ക് വേറൊന്ന്, പിന്നെ ഡിന്നറിന് വേറെ. ഇതൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ നിറങ്ങാൻ സമയമുണ്ടോ? നീയിപ്പോ പച്ചയ്ക്ക് തിന്നാമെന്ന് വച്ചാ തിന്നാൻ പറ്റിയ വല്ല സാധനമുണ്ടോ? എല്ലാം വിഷമടിച്ചു വരികയല്ലേ. ആകെ കൺഫ്യൂഷനാണ്. മേടിച്ച സാധനം ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കണോ, അതെയോ മഞ്ഞപ്പൊടി വെള്ളത്തിലിടണോ, മുളക് പൊടി വെള്ളത്തിലിടണോ, സോപ്പ് വെള്ളത്തിലിടണോ? ഒന്നും പറയണ്ട. ഈ കാലഘട്ടത്തിലെ ജീവിതം ഭീകരം തന്നെ. ഇനി ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുമ്പിൽ സമയം അധികമില്ല. എങ്കിലും അവസാനമായി മറുനാടൻ വിശ്വാസി യൂട്യൂബ് ചാനൽ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കത്ര പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. പിന്നെ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും
വിശുദ്ധരാകുവിൻ. ഓക്കെ ആവോ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അവ്വാമ്മച്ചി പഴത്തിൽ നിന്ന് ദൈവത്തെ പോലകന്നു, ചതിയിൽ സത്താൻ അടുത്തുകൂടി പറഞ്ഞു പറ്റിച്ചു. അവ്വാമ്മച്ചി പഴത്തിൽ നിന്ന് ദൈവത്തെ പോലകന്നു, ചതിയിൽ സത്താൻ അടുത്തുകൂടി പറഞ്ഞു പറ്റിച്ചു. അവൻ ഇന്നും നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ അരികിൽ വരുമല്ലോ, പിന്നെ അവന്റെ പിടിയിൽ അബദ്ധം പിണഞ്ഞു വീണു പോകരുത്. അയ്യോ പാപം ചെയ്യരുത്.